കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും അച്ഛനുമെല്ലാം. അവർ കടകളിലും ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും സുഭാഷിന്റെ പണി സൈറ്റിലുമെല്ലാം അവനെ തിരയുന്നുണ്ടെങ്കിലും കാണുന്നില്ല. വീട്ടിൽ നോക്കിയിട്ട് വരുന്ന നികേഷിനോടായി ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തായി ചോദിച്ചോന്ന്. ഇല്ല, അവിടൊന്നും എത്തിയിട്ടില്ലെന്ന് നികേഷും. ഈ സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന സ്ഥലമുണ്ടോന്ന് ഹരീഷ് ചോദിക്കേ. സുഭാഷ് ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ വീടല്ലാതെ വേറെന്താ ഉള്ളത്? ജോലി കഴിഞ്ഞ വീട്, വീട് വിട്ട ജോലി, അല്ലാതെ എന്തായിരുന്നു സുഭാഷ് ഏട്ടൻ ഉള്ളതെന്ന് നികേഷ് ചോദിക്കേ. എന്നിട്ട് പിന്നെ ആ ആൾ എവിടെ പോയി എന്ന് ഹരീഷും ചോദിക്കേ. അറിയില്ല ഹരീഷ് ഏട്ടാ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല എന്ന് ടെൻഷനോടെ നികേഷ് പറയേ. നീ ടെൻഷൻ ആവില്ല, വാ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവനെ തന്റെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അച്ഛനും സുധീഷും എല്ലാം വെപ്രാളത്തോടെ സുഭാഷിനെയും തിരിഞ്ഞു നടപ്പാ. വഴിയിൽ കാണുന്ന നാട്ടുകാരോടെല്ലാം സുഭാഷിന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ച് സുധീഷ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നിരാശയോടെ നിൽക്കുമ്പോഴാണ് അവിനാശ് ഭയ്യ അതിലെ നടന്നു വരുന്നത് അവൻ കാണുന്നത്. സുധീഷ് അവിനാശിന്റെ അരികിലേക്ക് ഓടിയെത്തി, അവിനാശ് ഭയ്യ, അതെ സുഭാഷ് ഏട്ടനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ഇല്ലല്ലോ, ഇന്ന് എനിക്ക് ഇവിടെ അടുത്ത് വർക്ക് സൈറ്റിലാ പണി എന്ന് അവിനാശ് പറയേ. സുഭാഷ് ഏട്ടനോ എന്ന് സുധീഷ്. സുഭാഷ് ഏട്ടൻ പേരൂർ കടയിലാ എന്ന് അവിനാശ് പറയേ. അവിടെ ഞാൻ പോയതാണല്ലോ, അവിടെ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ. ഭയ്യ, ഇന്ന് രാവിലെ മുതൽ സുഭാഷ് ഏട്ടനെ കാണുന്നില്ലെന്നേ. ഫോണാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടാ പോയിരിക്കുന്നത്. അതുകൊണ്ട് എവിടെന്നറിയാൻ ഒരു മാർഗവും ഇല്ലെന്നേ. അന്വേഷിച്ച് മനുഷ്യന്റെ ഊപ്പാടിളകിപ്പോയി. ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല എന്ന് വെപ്രാളത്തോടെ സുധീഷ് പറയേ. ഇന്ന് വിളിക്കേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. സൈറ്റിൽ വരികയാണെങ്കിലോ എന്നെ വിളിക്കുകയാണെങ്കിലോ ഞാൻ പറയാമെന്ന് അവിനാശ് പറയുന്നുണ്ട്. എല്ലാരും ഇപ്പോ 4 വഴിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തേലും വിവരം കിട്ടിയാൽ പറയണേ എന്ന് സുധീഷ് ടെൻഷനോടെ പറയേ. നിങ്ങള് ടെൻഷൻ അടിക്കണ്ട, സുഭാഷ് ഏട്ടൻ അങ്ങനെ എവിടെയും പോവൊന്നുമില്ല. ശരി എന്ന് പറഞ്ഞ് യാതൊരു ടെൻഷനും ഇല്ലാതെ അവിനാശ് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. സുഭാഷ് ഏട്ടനെ കാണാതെ നിധി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഹരീഷും നികേഷും അങ്ങോട്ട് കയറി വരുന്നത്. എടുത്തി സുഭാഷ് ഏട്ടൻ വന്നോ എന്ന് നികേഷ് നിധിയോടായി ചോദിക്കേ. ഇല്ല, എവിടെ പോയെന്ന് അറിഞ്ഞില്ലേ എന്ന് നിധിയും. സുഭാഷ് ഏട്ടൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു, എവിടെയും എത്തിയിട്ടില്ല. സുഭാഷ് ഏട്ടൻ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ജോലി ചെയ്ത എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചു, ഒരു വിവരവും ഇല്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുധീഷും അങ്ങോട്ടെത്തുകയാണ്. ടെൻഷനോടെയുള്ള സുധീഷിന്റെ വരവ് കണ്ട് സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് വിളിക്കെ. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഹരീഷേ എന്ന് സുധീഷ് ഏട്ടൻ പറയുന്നതുകൾക്ക് നികേഷും തളർച്ചയോടെ അങ്ങോട്ടിരിക്കുക. സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന്, എടാ നികേഷേ, അങ്ങനെ പോവാനൊന്നും സുഭാഷ് ഏട്ടന് പറ്റില്ലടാ. ചേട്ടൻ തിരിച്ചെത്തും, നീ സമാധാനമായിട്ടിരുന്നേ. എടാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ടെത്തുകയാ. ഉമ്മറത്തേക്ക് കയറി എന്തേലും അറിഞ്ഞോ എന്ന് അച്ഛൻ അവരോടായി ചോദിക്കേ. ഇല്ലെന്ന് സുധീഷ് തലയാട്ടുകയാ. പെണ്ണായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും ഒപ്പം ഓടിപ്പോയെന്നെങ്കിലും വിചാരിക്കായിരുന്നു. ഇതിപ്പോ ആണായി പോയില്ലേ. അവനറിയാം ചെന്നെത്തിയ സ്ഥലം. തിരിച്ചു വരണമെന്ന് തോന്നുമ്പോ വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഉമ്മറത്തെ കട്ടിലേക്ക് ഇരിക്കുക. അപ്പോഴാണ് നിധി നമുക്കെന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോന്ന് ചോദിക്കുന്നത്. പോലീസോ എന്ന് ടെൻഷനോടെ നികേഷ് ചോദിക്കെ. പോലീസിലൊക്കെ പറയണോ എന്ന് ഹരീഷും. വേറെ എന്ത് വഴിയാ ഉള്ളത്? നമ്മൾ അന്വേഷിക്കുന്ന പോലെയല്ല അവരന്വേഷിക്കുക. ഇനി സുഭാഷ് ഏട്ടൻ ദൂരെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മാത്രമായിട്ട് അന്വേഷിച്ചാൽ ശരിയാവില്ല. ആദ്യം ഒരു പരാതി കൊടുക്കാം. സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്നിറങ്ങിയ സമയം ഏകദേശം കണക്കാക്കി അവര് പരിസരത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യും. അതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. പരാതി കൊടുത്താലും നമുക്ക് അന്വേഷിക്കാനുള്ളത് നമുക്ക് അന്വേഷിക്കാം എന്ന് നിധി പറഞ്ഞു നിർത്തുമ്പോഴേക്കും നികേഷ് പൊട്ടിക്കരയുകയാണ്. കരയില്ലടാന്ന് പറഞ്ഞ് സുധീഷും ഹരീഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് നിധിയും സുധീഷും പരാതി കൊടുക്കാനായി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സാധാരണ നിങ്ങളെ കുറിച്ചാണല്ലോ പരാതി വരാറുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ആരെ കുറിച്ചാ പരാതി എന്ന് CI അവരോടായി ചോദിക്കുന്നുണ്ട്. നിധിയും പറയുക, പുറത്താരെയും കുറിച്ചല്ല സാർ എന്ന്. പിന്നെ വീട്ടിൽ ആരെങ്കിലും കുറിച്ചാണോ എന്ന് സാറും. ആർക്കും എതിരായ പരാതിയല്ല സാർ, ഞങ്ങളുടെ ചേട്ടനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അത് പറയാനും അന്വേഷിക്കാനും വേണ്ടി വന്നതാ എന്ന് നിധി പറയേ. ചേട്ടൻ എന്ന് പറയുമ്പോ എന്ന് സാറും ചോദിക്കുക. എന്റെ ചേട്ടനാ സാറേ എന്ന് സുധീഷ് പറയേ. ഓ, ആ മേസ്തിരി പണിക്ക് പോണ ആളല്ലേ? വീട്ടിൽ വഴക്ക് വല്ലതും ഉണ്ടായോ എന്ന് സാർ ചോദിക്കുക. ഇല്ലെന്ന് നിധി പറയേ. എന്ന് മുതലാ കാണാതായതെന്ന് സാറും. രാവിലെ ഉണർന്നെണീക്കുമ്പോ ആളില്ലെന്ന് നിധി പറയേ. ആരോടും പറയാതെ ജോലിക്ക് പോയതായിരിക്കില്ലേ എന്ന് സാറും. അങ്ങനെ ഒരു പതിവില്ല സാറേ എന്ന് സുധീഷും. കാണാനില്ലെന്ന് നിങ്ങൾ എങ്ങനെയാ ഉറപ്പിച്ചതെന്ന് സാർ ചോദിക്കുക. കത്തെഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നതെന്ന് നിധി പറയേ. എന്നിട്ട് ആ കത്ത് എവിടെയെന്ന് സാർ ചോദിക്കുക. സുധീഷ് തന്റെ പോക്കറ്റിൽ നിന്ന് ആ കത്തെടുത്ത് സാറിന് കൊടുക്കുകയാ. അദ്ദേഹം അത് വായിച്ചു നോക്കിക്കൊണ്ട് എന്താ ഇങ്ങനെ ഒരു കത്തെഴുതാൻ കാരണമെന്ന് ചോദിക്കേ. സുഭാഷ് ഏട്ടൻ വീട്ടിലെ മൂത്തയാളാണ്. ഏട്ടനു വേണ്ടി കുറെ കല്യാണാലോചനകൾ വന്നെങ്കിലും ഒന്നും ശരിയായില്ല. അവസാനം വന്നവർക്ക് ജാതകം നിർബന്ധമായിരുന്നു. അത് പരിശോധിച്ചപ്പോ എന്ന് പറഞ്ഞു തുടങ്ങി അവൾ നടന്ന കാര്യങ്ങളെല്ലാം സാറിനോട് പറയുക. ഒരുപാട് സങ്കടപ്പെട്ടിട്ടാ ഇന്നലെ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്നവൾ പറഞ്ഞു നിർത്തേ. ചുരുക്കത്തിൽ ജാതകവും നക്ഷത്രവും ഒക്കെ നോക്കി നിങ്ങൾ ആ പാവത്തിനെ ഓടിച്ചു വിട്ടു. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ. ഗ്രഹങ്ങളും കേതവും രാഹുവും ഒക്കെ കൂടി മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്
സത്യമാണെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ എന്ന് സാർ അവരോടായി ചോദിക്കുമ്പോഴേക്കും അപ്പുറത്തിരിക്കുന്ന ഒരു പോലീസുകാരനും 90% പേർക്കും വിശ്വാസമാ സാറേ. വെറും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കാണിച്ച എപ്പോ കല്യാണം കഴിഞ്ഞു, എപ്പോ ഭർത്താവ് ചതിക്കും, എപ്പോ കുട്ടികൾ ഉണ്ടാവുമെന്നൊക്കെ ഓൺലൈനായി പറയുമെന്നും പറഞ്ഞു. എത്ര സിനിമാ നടിയന്മാരാ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്നാ പോലീസുകാരൻ പറയേ, എടോ അത് അവരുടെ തൊഴില്, കാശ് കൊടുത്ത അവരെന്ത് പരസ്യവും ചെയ്തോളൂ എന്ന് വെച്ച് അതും വിശ്വസിച്ച് ജീവിതം നശിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? ഈ ലെറ്റർ കണ്ടിട്ട് നിങ്ങളുടെ ചേട്ടൻ ആ ജോത്സ്യൻ പറഞ്ഞത് വിശ്വസിച്ച മട്ട. ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയാനും സാധ്യതയുണ്ട് എന്ന് സാർ പറയുന്നത് കേൾക്കെ സാർ എന്ന് വിളിക്കുന്നുണ്ട് സുധീഷ്. അങ്ങനെ സംഭവിച്ചിരിക്കുമെന്നല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാ. എന്തായാലും ഒരു പരാതി എഴുതിത്താ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പുറത്തിരിക്കുന്ന പോലീസുകാരനോടായി ഡോ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പരാതി വാങ്ങിക്കെന്ന് വിളിച്ചു പറയുക സാർ. താങ്ക് യു പറഞ്ഞ് അവരെഴുന്നേറ്റ് പരാതി കൊടുക്കാനായി ചെല്ലുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനോടായി സുധീഷ് പുറത്തിരുന്നു. ഞാൻ പരാതി എഴുതി കൊടുത്തിട്ട് വരാം, ചെല്ല് എന്ന് പറഞ്ഞവൾ അവനെ പറഞ്ഞയക്കുക. സുധീഷ് പോകുമ്പോഴേക്കും നിധി പരാതി എഴുതാനായി തുടങ്ങുക. പുറത്തെത്തുന്ന സുധീഷ് സങ്കടം സഹിക്കാനാവാതെ തളർച്ചയോടെ അവിടെയുള്ള ഒരു ബെഞ്ചിലേക്ക് ഇരിക്കുക. നിധി പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും സങ്കടത്തോടെ ഇരിക്കുന്ന സുധീഷിനെ കണ്ട് സുധീഷേ എന്ന് വിളിച്ച് ഒന്നും മിണ്ടാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധിയുടെ കൈ കവർന്നെടുത്ത് ചേർത്ത് പിടിച്ച് കരയുക. നിധി സുഭാഷേട്ടൻ എന്ന് പറഞ്ഞവൻ കരയെ, സുധീഷേ കരയല്ലേ, സുഭാഷേട്ടൻ എങ്ങും പോവില്ലെന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുക. സുധീഷ് വീണ്ടും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. സുഭാഷേട്ടൻ എവിടെ പോയി നിധി, ഇനി എന്താ ചെയ്യാ എന്നവൻ ചോദിക്കേ. നമുക്ക് കണ്ടുപിടിക്കാം, എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് നിധി അവനെ ആശ്വസിപ്പിക്കുക. വാ നിധി, നമുക്ക് സുഭാഷേട്ടനെ അന്വേഷിക്കാം എന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് സുധീഷ് പറയുന്നു. വാ എന്ന് വിളിച്ച് സുധീഷ് വെപ്രാളത്തോടെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നിധിയും അവന്റെ പുറകെ പോവുകയാണ്. അവിടെ വീട്ടിൽ അച്ഛൻ ടെൻഷനോടെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഒരു ഓട്ടോയിൽ സുധീഷും നിധിയും അങ്ങോട്ടെത്തുന്നത്. ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും എന്തായി പോയിട്ട് എന്ന് അച്ഛൻ ചോദിക്കും. അവരൊന്നും മിണ്ടാതെ നിൽക്കെ പറയണ്ട, മനസ്സിലായി, സുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, അവരതല്ലേ പറയൂ. അകത്ത് പോയെന്ന് അച്ഛൻ പറയേ അവർ അകത്തേക്ക് കയറി പോവുകയാണ്. ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്തായി എന്ന് ഹരീഷും എടത്തി പോലീസ് എന്താ പറഞ്ഞെന്ന് നികേഷൻ ചോദിക്കുക. പരാതി കൊടുത്തു, സുഭാഷേട്ടന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷിക്കാന്ന് പറഞ്ഞു എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുക. അവൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും ആരാ എന്ന് നിധി ചോദിക്കുക. അറിയില്ലെന്ന് സുധീഷ് പറയേ. ചിലപ്പോ സുഭാഷേട്ടൻ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണെങ്കിലും എടുക്കുന്ന നിധി പറയേ. സുധീഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുക. സാർ, ഞാൻ ഔദാര്യം ലോൺ സർവീസിൽ നിന്നാണേ, സാറിനൊരു ലോൺ പ്രീ അപ്രൂവൽ ആയിട്ടുണ്ട്, നോക്കുന്നുണ്ടോ സാർ എന്ന് ചോദിക്കേ. വെച്ചിട്ട് പോടാ അവന്റെ ഒരു എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അവൻ ആ കോൾ കട്ട് ചെയ്യുക. എന്തായിട്ടാ, എന്തുപറ്റി, ആരാണെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. വേണോന്ന് ഒരു ഔദാര്യം ലോൺ സർവീസ് എന്ന് സുധീഷും പറയുക. കേട്ടാ, പോലീസുകാർ അവരുടെ വഴിക്ക് അന്വേഷിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് അന്വേഷിക്കാം, സുഭാഷേട്ടൻ ഇല്ലാണ്ട് ഈ വീട്ടിൽ നമുക്ക് പറ്റില്ലെന്ന് ഹരീഷ് പറയുക. അതിന് നമ്മൾ എവിടെന്ന് വെച്ചിട്ട് അന്വേഷിക്കാം സുധീഷ് ചോദിക്കേ. എന്ന് കരുതി അന്വേഷിക്കേണ്ടിരിക്കാൻ പറ്റുമോ, തേടിയിടത്ത് തന്നെ തേടണം, ഞാൻ പോവാന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുക. എന്ത് ചെയ്യണമെന്നറിയാതെ സുധീഷും ടെൻഷനോടെ ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് വല്യച്ഛനും അമ്മായിയും അങ്ങോട്ട് നടന്നു വരുന്നത് കാണുന്നത്. ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനെ ഒരു നിമിഷം നോക്കി സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിലും എന്ന് വിളിച്ച് വല്യച്ഛനും അമ്മായിയും അവനെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവരെ കണ്ട നിധിയും ചേറിട്ട് കൊടുത്ത് അവരോട് ഇരിക്കാനായി പറയുക. എന്ന് നിധി ചോദിക്കെ, ഒരു കാര്യം കേട്ടോ, അത് അന്വേഷിച്ചിട്ട് പോവാമെന്ന് കരുതി വന്നതാണെന്ന് അമ്മായി പറയുന്നുണ്ട്. എവിടേക്കാ പോയതെന്ന് വല്യച്ഛൻ ചോദിക്കെ. അറിയില്ലെന്ന് നിധിയും. എന്താ മോളെ ഇത്, അവനെന്താ കൊച്ചു പയ്യനാണോ, കാണാനില്ലെന്ന് പറയാൻ? പുറത്തിരിപ്പുണ്ടല്ലോ ഒരുത്താൻ, അവൻ സുഭാഷുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? വല്യച്ഛൻ ചോദിക്കെ. ഇല്ല, അങ്ങനെയൊന്നുമില്ലെന്ന് നിധിയും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് അമ്മായി ചോദിക്കെ. വഴക്കൊന്നുമില്ല, ജോത്സ്യൻ വന്നതാണെന്ന് നികേഷും പറയുന്നുണ്ട്. ജോത്സ്യനോ എന്ന് സംശയത്തോടെ അമ്മായി ചോദിക്കെ. സുഭാഷേട്ടന്റെ ജാതകം ഒരു ജോത്സ്യൻ നോക്കിയായിരുന്നു, സുഭാഷേട്ടന്റെ ജാതകദോഷം കൊണ്ടാ ഇവിടെ ആർക്കും നല്ലത് നടക്കാത്തതെന്ന് പറഞ്ഞു. അത് സുഭാഷേട്ടന് വലിയ വിഷമമായി, ഞങ്ങളെല്ലാവരും സമാധാനിപ്പിച്ചതാ, പക്ഷേ സുഭാഷേട്ടൻ അത് സഹിക്കാതെയായി. രാവിലെ എണീറ്റ് നോക്കുമ്പോ അതിങ്ങ് തന്നേന്ന് പറഞ്ഞ് നികേഷിനോട് ചോദിക്കെ. നികേഷ് ആ ലെറ്റർ അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനൊരു ലെറ്റർ എന്ന് പറഞ്ഞ് അവളത് വല്യച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് വായിച്ച് വല്യച്ഛൻ ആ ലെറ്റർ തിരികെ നൽകി. ഇതുകൊണ്ടാ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വീട് വിട്ടു പോകാൻ, ഇവിടെ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നല്ലത് നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കും അതെ എന്ന് വല്യച്ഛൻ പറയുന്നത് കേൾക്കെ. ഏട്ടാ, ഈ സമയത്ത് അതൊന്നും പറയണ്ട, കേട്ടപ്പോ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് വന്നതാ. ജോലി ചെയ്ത സ്ഥലത്തൊക്കെ അന്വേഷിച്ചല്ലോ അല്ലേ എന്ന് അമ്മായിയും ചോദിക്കുന്നു. എല്ലായിടത്തും നോക്കിയെന്ന് സുധീഷും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നിധിയും പറയും. എല്ലാം കേട്ട് ദേഷ്യത്തോടെ ഉമ്മറത്തെ കട്ടിലിരിക്കായിരുന്ന ഭാസ്കരനും എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്ന് ഗംഗാധരനോടായി, എന്റെ മോനെ താൻ എന്താടോ ചെയ്തേ എന്ന് ചോദിക്കെ. പരിഭ്രമത്തോടെ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ലളിതയും. കണ്ടില്ലേ, ഇവിടേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോ കാര്യം അന്വേഷിച്ചില്ലെങ്കിൽ മോശമാണെന്ന് നീയല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്തായിന്ന് വല്യച്ഛനും പറയുക. ദിവസവും ജോലിക്ക് പോയി തിരിച്ചു വന്നുകൊണ്ടിരുന്ന എന്റെ മോൻ പിന്നെ പെട്ടെന്ന് കാണാതായത് എങ്ങനെ, നിങ്ങളൊക്കെ തന്നെ ആവും കാരണമെന്ന് ഭാസ്കരൻ വീണ്ടും പറയുക. ഈ വീട്ടിലാകെയുള്ളൊരു നല്ലവൻ അവനാ, അവനെ കാണാതെ പോയെന്ന് നാട്ടുകാരെ പറഞ്ഞപ്പോ വന്ന് ചോദിച്ചുവെന്ന് മാത്രം, അതിന്റെ പേരിൽ ഞങ്ങളെ മെക്കിട്ട് കയറണ്ട, വരണ്ടെന്ന് വെച്ചിട്ടും മനസ്സ് സമ്മതിച്ചില്ലെന്ന് ലളിത പറയുന്നുണ്ട്. മനസ്സ് സമ്മതിച്ചില്ല, അത് നിന്റെ
അത് ഞാൻ വിശ്വസിക്കണം. ഒടുവിൽ ബാക്കിയുള്ളവരെ എങ്ങനെ ഇവിടുന്ന് ഓടിക്കാന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയുള്ള വരവല്ലേ എന്ന് ചോദിച്ച് ഭാസ്കരൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അമ്മായിയും എഴുന്നേറ്റുകൊണ്ട് സുധീഷിനോടായി, അവൻ വരും, നിങ്ങളില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല, അവൻ വരും ഉറപ്പ്, നിങ്ങൾ വിഷമിക്കാതെ ആശ്വസിപ്പിക്കുകയും വെല്ലിച്ചനും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുമായി വഴക്കിട്ടിട്ടുണ്ട്, കേസും കൊടുത്തിട്ടുണ്ട്, ഇനിയും അത് അങ്ങനെയൊക്കെ തന്നെ പോവുകയും ചെയ്യും. പക്ഷേ ഒരാളെ ഇല്ലാതാക്കണമെന്ന് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. വാടി എന്ന് വിളിച്ച് ലളിതയും കൂട്ടി ഗംഗാധരൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. രാത്രിയായിട്ടും ടെൻഷനോടെ ഉമ്മറത്ത് തന്നെ ഇരിപ്പാണ് നിധിയും കൂട്ടരും. അച്ഛനും അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സുധീഷും ചോദിക്കുന്നുണ്ട്, ഹരീഷ് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഉമ്മറത്തെ പടിക്കെട്ടിൽ തൂണും ചാരി മരവിച്ച അവസ്ഥയിലിരിപ്പാ നികേഷ്. അവനെ ശ്രദ്ധിച്ച നിധിയും, നികേഷേ സുഭാഷ് ഏട്ടൻ വരും. ഒന്നും കാണാതെ അങ്ങനെ മാറി നിൽക്കാൻ സുഭാഷ് ഏട്ടന് പറ്റില്ല എന്ന് പറഞ്ഞ് നിധി എഴുന്നേറ്റ് അപ്പുറത്തെ വരാന്തയിലിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് ചെന്ന്, സുധീഷേ, എനിക്ക് നികേഷിനെ കാണുമ്പോ എന്തോ പേടി പോലെ. പകല് മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുന്നതാ, അവനൊന്ന് കരഞ്ഞാലെങ്കിലും മതിയായിരുന്നു. സുഭാഷ് ഏട്ടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അതവന് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നവൾ പറയേ നികേഷിനെ ഒന്നും ശ്രദ്ധിച്ചുകൊണ്ട് ആർക്കും പറ്റുന്നില്ല നിധി. ഒരു കണക്കിന് ഇവിടെ ഇരിക്കുന്നേയുള്ളൂ. എവിടെ പോയി അന്വേഷിക്കണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ടെൻഷനോടെ സുധീഷ് പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് സുഭാഷിനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും അവന്റെ കവിള് താഞ്ഞടിച്ച് അച്ഛൻ അവനെ വഴക്ക് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.